പാലായിൽ നടക്കുന്ന കോട്ടയം ജില്ലാ കായികമേളയിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഭക്ഷണമൊരുക്കി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ. കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പി നൽകുന്നതും അധ്യാപകർ തന്നെ. മുൻവർഷങ്ങളിൽ ഓഫീഷ്യൽസിന് മാത്രമാണ് ഭക്ഷണം നൽകിയിരുന്നത്. ഇപ്രാവശ്യം വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ വിളിച്ചു ചേർത്ത സംഘാടക സമിതിയിലാണ് മറ്റൊരു സംഘടനയും ഏൽക്കാതിരുന്ന ഫുഡ് കമ്മിറ്റി KSTയെ ഏറ്റെടുത്തത്. ഇത് ചരിത്രത്തിലാദ്യമായി തന്നെ എന്ന് പറയാം. കാരണം കോട്ടയം ജില്ലയുടെ സ്കൂൾ കായികമേള തുടങ്ങിയ കാലം മുതൽ ഇന്നേ വരെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഇവിടെ വിതരണം ചെയ്യുന്നത്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ദൗത്യത്തിൽ പങ്കാളികളാകാൻ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതാണ്ട് 1800ഓളം കുട്ടികൾ ഇന്നലത്തെ ഈ മേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് എല്ലാം തന്നെ നമുക്ക് ഇന്നലെ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 100ഓളം ഒഫീഷ്യൽസ് ഉണ്ട്, പത്രമാധ്യമ പ്രവർത്തകരുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷകരമായി ഈ ഭക്ഷണം നമുക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷം തരുന്നുണ്ട്. ഒരു ദിവസം 1600-ൽ പരം കുട്ടികൾക്കും ഒഫീഷ്യൽസിനും ചോറിനൊപ്പം മീൻകറി, സാമ്പാർ, പുളിശ്ശേരി, തോരൻ, അച്ചാർ തുടങ്ങിയ വിഭവങ്ങൾ വിളമ്പിയിരുന്നു. രണ്ടാം ദിവസം ബീഫും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 ദിവസമായി 5000 പേർക്ക് ഭക്ഷണം നൽകും. സർക്കാർ ഫണ്ടിനൊപ്പം സ്പോൺസർഷിപ്പും കണ്ടെത്തിയാണ് ഭക്ഷണം പോഷണ സമൃദ്ധമാക്കുന്നത്. കോട്ടയം ജില്ലയുടെ കായിക മേളയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എല്ലാ കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നത്. നാളിതുവരെ ഈ കായികമേളയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒഫീഷ്യൽസിന് മാത്രമായിരുന്നു ഭക്ഷണം കൊടുത്തിരുന്നതെങ്കിൽ കുട്ടികൾക്ക് കൂടി കൊടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ KV അനിൽ ലാൽ, KJ പ്രസാദ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VK ഷിബു, ബിനു എബ്രഹാം, ജാസ്മിൻ PA, ജില്ലാ ഭാരവാഹികളായ K രാജ്കുമാർ, T രാജേഷ്, റീമ V കുരുവിള, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ലിജോ ആനിത്തോട്ടം, അനീഷ് നാരായണൻ, രാഹുൽ K സോമൻ, അനൂപ് C മറ്റം, ഇന്ദുലേഖ എന്നിവരും നേതൃത്വം നൽകുന്നു. i4A ന്യൂസ്, പാല.